ഡിസൈൻ ഓഫ് പെർലിൻസിലുള്ള പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ചാനൽ സെക്ഷൻ ആയിട്ടും ഐ സെക്ഷൻ ആയിട്ടും ചെയ്യാം. അപ്പൊ അത് ചെയ്യുന്നത് ഒരേ രീതി തന്നെയാണ്, അതിൽ ചെറിയ മാറ്റങ്ങളാണ് ഉള്ളത്. അപ്പോൾ ആ മാറ്റങ്ങൾ എന്താണെന്നുള്ളത് മുന്നത്തെ ക്ലാസ്സിൽ, ഡിസൈൻ സ്റ്റെപ്സ് പറഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു, വ്യത്യാസങ്ങൾ വരുന്ന സ്ഥലങ്ങൾ. അപ്പം എന്തായാലും ആ ഒരു ക്ലാസ് കണ്ടിട്ട് വേണം ഈ പ്രോബ്ലത്തിൻ്റെത് കാണാനായിട്ട്. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാനൽ സെക്ഷൻ പെർലിൻ്റെ ആണ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ തന്നെയാണ്, സിമിലർ ആയിട്ട് തന്നെയാണ് ഐ സെക്ഷൻ്റെതും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതേ സ്റ്റെപ്സ് ഒക്കെ തന്നെയാണ്. വ്യത്യാസം വരുന്ന സ്ഥലങ്ങൾ നോട്ട് ചെയ്യാം. ഇൻ കേസ് ഐ സെക്ഷൻ്റെ ആണ് ചോദിച്ചെങ്കിൽ, ഒന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം ഐ സെക്ഷൻ എടുക്കണോ ചാനൽ സെക്ഷൻ എടുക്കണോ എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഇൻ കേസ് ഐ സെക്ഷൻ ആണെങ്കിൽ എവിടെയാണ് വ്യത്യാസം വരുന്നത്, ആ ഡിസൈൻ സ്റ്റെപ്സിൽ ഐ സെക്ഷൻ വരുമ്പോൾ എടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് മാറ്റിയെടുത്താൽ മാത്രം മതി. ബാക്കിയൊക്കെ സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത്. Design a channel section purlin to be placed at 1.4 meter distance in a symmetric truss of span 20 meter and height 5 meter, which are spaced at 4.5 meter center to center. The purlins are to resist weight of sheet including bolt equal to 171 Newton per meter square. Wind load is 1.2 kilonewton per meter square. ഓക്കെ, അപ്പൊ ഇതാണ് ക്വസ്റ്റ്യന്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചാനൽ സെക്ഷൻ പേർലിൻ, അതായത് ചാനൽ സെക്ഷൻ കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പെർലിൻ ഡിസൈൻ ചെയ്യേണ്ടത്. ഈ പെർലിന് കൊടുക്കേണ്ട സെക്ഷൻ ചാനൽ സെക്ഷൻ ആണ്. ഓക്കെ, ടു ബി പ്ലേസ്ഡ് അറ്റ് 4 meter ഡിസ്റ്റൻസ്. ഓക്കെ, 1.4 meter ഡിസ്റ്റൻസ് ഇൻ എ സിമെട്രിക് ട്രസ്. ഓക്കെ, അപ്പൊ ഇത് പെർലിൻ പ്ലേസ് ചെയ്യേണ്ടത് 1.4 meter ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അതായത് 1.4 meter മാറിയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് പെർലിന്റെ സ്പേസിംഗ് ആണ് 1.4. ഓക്കെ, പെർലിന്റെ സ്പേസിംഗ് 1.4 meter. ഓക്കെ, ഇനി ട്രസ് ഓഫ് സ്പാൻ, ഇത് ട്രസിന്റെ സ്പാൻ ആണ്, ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ ട്രസിന്റെ സ്പാൻ, ഓക്കെ, ഇപ്പൊ ട്രസിന്റെ സ്പാൻ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. ഇതാണ് ഇപ്പൊ തന്നിരിക്കുന്ന 20 meter. ഓക്കെ, ഇനി പെർലിന്റെ സ്പേസിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പെർലിൻ റൂഫിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുക. ഇപ്പൊ പെർലിൻസ് ഇതുപോലെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ മുകളിലെ ഷീറ്റ് എന്താണെന്ന് വെച്ചാൽ വരും. ഈ ഒരു സ്പേസിംഗ് ആണ്, പെർലിന്റെ സ്പേസിംഗ് ആണ് 1.4 തന്നിട്ടുള്ളത്. ആൻഡ് ഹൈറ്റ് 5 meter. ഇത് ട്രസിന്റെ ഹൈറ്റ് ആണ്. ട്രസിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 meter ആണ്. ഈ ഒരു ഹൈറ്റ് 5 meter ആണ്. ഓക്കെ, അപ്പൊ ട്രസിന്റെ സ്പാൻ 20 meter ഹൈറ്റ് 5 meter ആണ്. വിച്ച് ആർ സ്പേസ്ഡ് അറ്റ് 4.5 meter സെന്റർ ടു സെന്റർ. അപ്പോൾ ട്രസിന്റെ സ്പേസിംഗ് ആണ് 4.5. അതായത് ഓരോ 4.5 meter സ്പേസിംഗിൽ ഇതുപോലെ ട്രസ് പ്രൊവൈഡ് ചെയ്തിട്ടാണുള്ളത്. ഓക്കെ, ഓരോ 4.5 meter. അതായത് ഈ ട്രസിന്റെ സ്പേസിംഗ് എന്ന് പറയുന്നത് 4.5 meter ആണ്. ഓക്കെ, പെർലിന്റെ സ്പേസിംഗ് എന്താണെന്നുള്ള മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പെർലിനുകൾ തമ്മിലുള്ള സ്പേസിംഗ് ആണ്. ട്രസിന്റെ സ്പേസിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു ട്രസിന്റെ പോർഷൻ, ഇതുപോലെ ഉണ്ടാവുന്ന ആ ഒരു ട്രസിന്റെ പോർഷൻ എന്ന് പറയുന്നത് ഓരോ 4.5 meter മാറിയിട്ടുമാണ് വരുന്നത്. ഇനി ദ പെർലിൻസ് ആർ ടു റെസിസ്റ്റ് വെയിറ്റ് ഓഫ് ഷീറ്റ്. ഓക്കെ, ഇൻക്ലൂഡിങ് ബോൾട്ട്. അപ്പോൾ ഇതിന്റെ മുകളിൽ ഇടുന്ന ഷീറ്റും അതിന്റെ ബോൾട്ടും കൂടെ ചേർത്തിട്ട് 171 Newton per m square ഏരിയ ലോഡ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അതിന്റെ ലോഡ് തന്നിട്ടുള്ളത് മിൻ ലോഡ് 1.2 kilonewton per meter square ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ ലൈവ് ലോഡ് തന്നിട്ടില്ല. ലൈവ് ലോഡ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈവ് ലോഡ് എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, തന്നാൽ മാത്രം ലൈവ് ലോഡും കൂടെ ഈ തന്നിരിക്കുന്ന ലോഡിന്റെ കൂടെ ആഡ് ചെയ്തെടുക്കാം. അപ്പൊ ഇവിടെ ഈ പെർലിന്റെ ഓൺ വെയിറ്റും തന്നിട്ടില്ല, അപ്പൊ അതും നമ്മൾ അസ്യൂം ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ടോട്ടൽ സെൽഫ് വെയിറ്റ് അല്ലെങ്കിൽ ഡെഡ് ലോഡ് എന്ന് പറയുമ്പോൾ ആ ഷീറ്റിന്റെ ഡെഡ് ലോഡും പെർലിന്റെ ഓൺ വെയിറ്റും വരും. അപ്പൊ അത് നമുക്ക് തന്നിട്ടില്ല, പെർലിന്റെ ഓൺ വെയിറ്റ്. പെർലിന്റെ ഓൺ വെയിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. തന്നിട്ടില്ലെങ്കിൽ എന്തായാലും പെർലിന്റെ വെയിറ്റ് നമ്മൾ അസ്യൂം ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, വിൻ ലോഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ വിൻ ലോഡ് തന്നിരിക്കുന്നത് ആ വിൻ ലോഡിന്റെ സക്ഷൻ ചെക്ക് ചെയ്യാനാണ്. അതായത് ആ അപ്ലിഫ്റ്റ് ആവുന്ന കേസ് തിയറി പോർഷൻ പറഞ്ഞപ്പോ സ്റ്റെപ്സ് പറഞ്ഞ കേസിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിൻ ലോഡ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഗിവൺ ഡാറ്റ എടുത്ത് എഴുതാം. സ്പേസിംഗ് ഓഫ് പെർലിൻ, ഓക്കെ, 1.4 meter. സ്പാൻ ഓഫ് ട്രസ് 20 meter. ഹൈറ്റ് ഓഫ് ട്രസ് 5 meter. സ്പേസിംഗ് ഓഫ് ട്രസ് 4.5 meter. ഓക്കെ, സ്പേസിംഗ് ഓഫ് ട്രസ് തന്നെയാണ് സ്പാൻ ഓഫ് പെർലിൻ എന്ന് പറയുന്നത്. ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ. അതായത് 4.5 meter മാറിയിട്ടാണ് ഓരോ ട്രസ്സും വരുന്നത്. ഈ ട്രസ്സിന്റെ മുകളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, പെർലിൻ റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്പാൻ ഓഫ് പെർലിൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു
സ്പേസിംഗ് തന്നെയാണ്, ട്രസിന്റെ സ്പേസിംഗ് തന്നെയാണ്. ഓക്കെ, സ്പേസിംഗ് ഓഫ് ട്രസ് ഈസ് ഈക്വൽ ടു 4.5 മീറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു സ്പാൻ ഓഫ് പെർലിൻ, അത് തന്നെയാണ്. ഓക്കെ, ഇനി വിൻ ലോഡ് 1.2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. ഡെഡ് ലോഡ് ഓഫ് ഷീറ്റ് ബോൾട്ട് അടക്കം 171 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ചില ക്വസ്റ്റിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സ്ലോപ്പും തരാട്ടോ. അപ്പൊ സ്ലോപ്പ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണമെന്നില്ല, ഡയറക്റ്റ് ആ സ്ലോപ്പ് വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പൊ സ്റ്റെപ്പ് 1 ഡിറ്റർമിനേഷൻ ഓഫ് സ്ലോപ്പ് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എച്ച് ഹൈറ്റ് ബൈ സ്പാൻ ബൈ 2. അപ്പൊ ഹൈറ്റ് നമുക്ക് 5 മീറ്റർ തന്നു, സ്പാൻ 20 തന്നു, ഈക്വേഷനിൽ കൊടുക്കുക. അപ്പൊ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 5 ബൈ 20 ബൈ 2, ദാറ്റ് ഈസ് 26.56 ഡിഗ്രി എന്ന് പറഞ്ഞു കിട്ടും തീറ്റ. ഓക്കെ, അതായത് ഈ ഒരു ആംഗിൾ ആണ് കിട്ടുന്നത് കേട്ടോ തീറ്റ. അപ്പൊ തീറ്റ നമുക്ക് കിട്ടി. സ്റ്റെപ്പ് 2ലേക്ക് പോവാൻ, ലോഡ് കാൽക്കുലേഷൻ. അപ്പൊ ലോഡ് കാൽക്കുലേഷനിൽ ഡെഡ് ലോഡ് ഫ്രം ഷീറ്റ് ഇൻക്ലൂഡിംഗ് ബോൾട്ട് നമുക്ക് 171 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. ഇനി അതിന്റെ സെൽഫേറ്റ്, പെർലിന്റെ സെൽഫേറ്റ് തന്നിട്ടില്ല, അതുകൊണ്ട് അസ്യൂം ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് എന്താണോ ഷീറ്റിന്റെ ലോഡ്, ഓക്കെ, അതായത് ഡെഡ് ലോഡ്, അത് തന്നെ നിങ്ങൾക്ക് പെർലിന്റെ സെൽഫേറ്റ് ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇപ്പം ഈ നോട്ടായിട്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇഫ് സൾഫേറ്റ് ഓഫ് പെർലിൻ ഈസ് നോട്ട് ഗിവൺ, അസ്യൂം സൾഫേറ്റ് ഓഫ് ദ പെർലിൻ ആസ് ഡെഡ് ലോഡ് ഓഫ് ഷീറ്റ്. ഷീറ്റിന്റെ ഡെഡ് ലോഡ് തന്നെ സൾഫേറ്റ് ഓഫ് പെർലിൻ ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഒരു 100 മുതൽ 120 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ വരെ അസ്യൂം ചെയ്യാം. ഓക്കെ, ഈ വാല്യൂസ് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ എത്രയാണോ ഷീറ്റിന്റെ ഡെഡ് ലോഡ് വന്നിട്ടുള്ളത് അതേ വാല്യൂ തന്നെ അസ്യൂം ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിപ്പോ അതേ ഷീറ്റിന്റെ അതേ ലോഡ് തന്നെ ഞാൻ പെർലിന്റെ സൾഫേറ്റ് ആയിട്ട് എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഡെഡ് ലോഡ് ഫ്രം ഷീറ്റ് 171 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആൻഡ് സൾഫേറ്റ് ഓഫ് പെർലിൻ 171 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി ഇതിനെ പെർ മീറ്ററിലാക്കാൻ പോവാ. ഇത് ഏരിയ ലോഡ് ആയിരുന്നു, അതിനെ UDL ആക്കാൻ പോവാ. അപ്പൊ ടോട്ടൽ ഡെഡ് ലോഡ് എന്ന് പറയുമ്പോൾ 171 + 171 ഇൻറ്റു അതിന്റെ സ്പേസിംഗ് ഓഫ് പെർലിൻ, ലൈവ് ലോഡ് ഇല്ല അതുകൊണ്ട് അത് എടുക്കാത്തത്, ഇൻറ്റു സ്പേസിംഗ് ഓഫ് പെർലിൻ 1.4 ആണ്, അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്ററിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ സ്പേസിംഗ് ഓഫ് പെർലിൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ തിയറി പാർട്ടിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 478.8 ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇത് പെർലിനിലേക്ക് വരുന്ന ലോഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്പേസിംഗ് ഓഫ് പെർലിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ പെർലിന്റെ സ്പാനിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള ലോഡ് നമുക്ക് കിട്ടും, UDL കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ 478.8 ന്യൂട്ടൺ പെർ മീറ്റർ കിട്ടി. ഞാൻ ഫാക്ടറി ആണ് 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 718.2 ന്യൂട്ടൺ പെർ മീറ്റർ കിട്ടി. കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലേക്ക് ആക്കുമ്പോൾ ഇൻറ്റു 10⁻³ ചെയ്യണം, 0.7182 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കിട്ടും. ഇനി രണ്ട് ആക്സിസിലും Z ആക്സിസിനും Y ആക്സിസിനും കറസ്പോണ്ടിങ് ആയിട്ട് പെർലിനിൽ വരുന്ന ലോഡായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. ഇപ്പൊ WZ, ഓക്കെ, അതായത് ആ ഷീറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ നോർമൽ ആയിട്ട് വരുന്നതാണ് WZ എന്ന് പറയുന്നത്. W cos θ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 0.642 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കിട്ടും. WY ആ ഷീറ്റിന് അലോങ് ആയിട്ട്, ഓക്കെ, ആ ട്രസ്സിന് ഇൻക്ലിനേഷൻ അലോങ് ആയിട്ടുള്ള ലോഡാണ് WY. W sin θ, ഓക്കെ, ദാറ്റ് ഈസ് 0.321 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പം രണ്ട് ലോഡുകളും Z ആക്സിസിലും Y ആക്സിസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡുകളും നമുക്ക് കിട്ടി. അപ്പൊ സ്റ്റെപ്പ് നമ്പർ 2 ഇവിടെ കഴിഞ്ഞു, ലോഡ് കാൽക്കുലേഷൻ ആയിരുന്നു. ഓക്കെ, വളരെ സിമ്പിൾ ആണ്, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇനി സ്റ്റെപ്പ് നമ്പർ 3 ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും കണ്ടുപിടിക്കുക. അബൌട്ട് മേജർ ആക്സിസ് ആൻഡ് മൈനർ ആക്സിസ്, ഇസഡും വൈയും ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം ആദ്യം ഇതിന്റെ എൻ കണ്ടീഷൻ ഒന്നും തന്നിട്ടില്ല, അപ്പൊ നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് എൻ കണ്ടീഷൻ ആയിട്ട് തന്നെ എടുക്കാം. അപ്പൊ MZ is equal to WL²/8. ഓക്കെ, ഇവിടെ WZ കൊടുക്കണം, MY എന്ന് പറയുമ്പോൾ WY കൊടുക്കണം. ഓക്കെ, അത് പ്രകാരം കൊടുക്കാം. ഇപ്പൊ WZ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. L എന്ന് പറയുന്നത് സ്പാൻ ഓഫ് പെർലിൻ ആണ്. ഓക്കെ, സ്പാൻ ഓഫ് പെർലിൻ എന്ന് പറയുന്ന 4.5 മീറ്റർ ആണ്, നമ്മളിവിടെ ഓൾറെഡി എടുത്തിരുന്നു, ക്വസ്റ്റിൽ തന്നതാണ്. ഓക്കെ, അപ്പൊ 4.5 മീറ്റർ ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, WL²/8, അതായത് WZ L²/8 1.625 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. MY WY L²/8 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.812 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. ഈ FZ ഇത് ഷിയർ ഫോഴ്സ് ആണ്. ഇത് നമുക്ക് V എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം കേട്ടോ, VZ ആൻഡ് VY എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം, യാതൊരുവിധ കുഴപ്പമില്ല. ഇപ്പൊ WZ L/2, ഓക്കെ, WL/2 എന്നാണല്ലോ എക്സ്പ്രഷൻ. അപ്പോൾ W ന്റെ സ്ഥാനത്ത് WZ WY കൊടുത്തു കഴിഞ്ഞാൽ FZ നമുക്ക് 1.44 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞു കിട്ടും, FY 0.722 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പം സ്റ്റെപ്പ് നമ്പർ 3 ഇവിടെ കംപ്ലീറ്റഡ് ആയി. ജസ്റ്റ് അവിടെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും Z ആൻഡ് Y ആക്സിസ് കറസ്പോണ്ടിങ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ.
ഇനി അടുത്ത സ്റ്റെപ്പ് നമ്പർ 4 സെക്ഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ISMC 125 ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ചാനൽ സെക്ഷൻ ആയതുകൊണ്ട് ISMC ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പം ഐ സെക്ഷൻ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മിനിമം എടുക്കേണ്ട വാല്യൂ നമ്മൾ ഓൾറെഡി തിയറി പാർട്ടിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇപ്പം ചാനൽ സെക്ഷൻ ആണെങ്കിൽ 125 അതിൽ കൂടുതലോ ആയിട്ടുള്ള സെക്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, നമ്മളാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിവിടെ 125 ISMC 125 സെലക്ട് ചെയ്യാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് IS 800 എന്നും അതുപോലെ തന്നെ SP6 എന്നും കിട്ടും. ആ കിട്ടിയിട്ടുള്ള വാല്യൂസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് IS 800 പേജ് നമ്പർ 140, ISMC 125 അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എല്ലാ വാല്യൂസും ഇവിടെ ഉണ്ട്. ഓക്കെ, ഇസെഡ് വാല്യൂസ് ഉണ്ട്, തിക്നെസ് ഓഫ് ഫ്ലാഞ്ച്, തിക്നെസ് ഓഫ് വെബ്, എല്ലാ വാല്യൂസും നമുക്ക് ഇവിടെ ഉണ്ട്. അത് അതുപോലെ നോക്കി എടുത്ത് എഴുതാം. ഓക്കെ, ZP, ZE ഒക്കെ ഉണ്ട്. ഓക്കെ, അതുപോലെ SP6 ഇതിലില്ലാത്ത വാല്യൂസ് ISMC 125. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് IXX, IZZ ഒക്കെ ഉണ്ട്. IZZ, IXX തന്നെയാണല്ലോ IZZ. അതുപോലെ IYY, അതുപോലെ R1 വാല്യൂ, അതായത് റേഡിയസ് സെറ്റ് റൂട്ട്, നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വാല്യൂസും നോക്കിയിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ഞാൻ അതുപോലെ എഴുതിയിരിക്കുകയാണ്. ഏരിയ എന്ന് പറയുന്നത് 1619 mm² ആണ്. ISMC 125ന്റെ H 125 ആണ്. B അതായത് ഈ ഫ്ലാഞ്ചിന്റെ വിഡ്ത്താണ് B എന്ന് പറയുന്നത്. ഓക്കെ, B 65 ആണ്. തിക്നെസ് ഓഫ് വെബിന്റെ തിക്നെസ് 5 mm ആണ്. തിക്നെസ് ഓഫ് ഫ്ലാഞ്ച്, ദാറ്റ് ഈസ് ഫ്ലാഞ്ചിന്റെ തിക്നെസ് 8.1. ZP 77.15 into 10⁻³ mm³ ആണ്. യൂണിറ്റ് ശ്രദ്ധിക്കണം എടുത്ത് എഴുതുമ്പോഴേ. ഇപ്പൊ സെന്റിമീറ്ററിലുള്ള യൂണിറ്റുകളൊക്കെ മീറ്ററിൽ MM-ലാക്കിയിട്ട് വേണം എടുത്ത് എഴുതാനായിട്ട്. ZEZ 66.6 into 10⁻³ mm³. IZZ 416.4 into 10⁻⁴ mm⁴. and R1, okay, radius set root is 9.5 mm. So step number 4 കഴിഞ്ഞു. സെക്ഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ചൂസ് ചെയ്യാം. പറഞ്ഞിരുന്നല്ലോ ISMC 125 അതിൽ കൂടുതലോ ആയിട്ടുള്ള സെക്ഷൻസ് നമുക്ക് ചാനൽ സെക്ഷന്റെ കേസിൽ സെലക്ട് ചെയ്യാം. അതുപോലെ ഇപ്പം ഐ സെക്ഷൻ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മിനിമം സെക്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഐ സെക്ഷൻ ആണെങ്കിൽ ISMB 150 150 അതിൽ കൂടുതലോ ആയിട്ടുള്ള സെക്ഷൻസ് ആണ് ഐ സെക്ഷൻ ആണെങ്കിൽ എടുക്കുക. അപ്പൊ ഐ സെക്ഷന്റെ കേസ് ആ ഒരു കാര്യം ശ്രദ്ധിക്കട്ടെ. ഈ ഒരു സ്റ്റെപ്പിൽ ഐ സെക്ഷനിൽ മാറ്റം വരും. ISMB ആയിരിക്കും 150 ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത് ഐ സെക്ഷൻ ആണെങ്കിൽ. ഓക്കെ, അതിന്റെ മുകളിലേക്ക് 150 മിനിമം എടുക്കണം. അതിന് മുകളിലേക്കുള്ള സെക്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ സ്റ്റെപ്പ് നമ്പർ 4 കംപ്ലീറ്റ് ആയി. സ്റ്റെപ്പ് നമ്പർ 5 എന്ന് പറയുമ്പോൾ സെക്ഷൻ ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്ഷൻ ക്ലാസിഫിക്കേഷൻ പേജ് നമ്പർ 18 വരുന്നതാണ്. IS 800 പേജ് നമ്പർ 18. ഓക്കെ, ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഇത് ഏത് സെക്ഷൻ ആണെന്നുള്ളതാണ്. പ്ലാസ്റ്റിക് ആണോ, കോമ്പാക്ട് ആണോ, സെമി കോമ്പാക്ട് ആണോ എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഐ സെക്ഷൻ കറസ്പോണ്ടിങ് ആയിട്ട് മാറ്റങ്ങൾ വരും. ഓക്കെ, ഇവിടെ ഇതില് ഫ്ലാഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാറ്റങ്ങളില്ല. റോൾഡ് സെക്ഷന്റെ കേസ് തന്നെ നോക്കിയാൽ മതി. B/TF കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം B/TF നമ്മളെ നോർമൽ ചാനൽ സെക്ഷൻ ആണെങ്കിൽ ബ്രെഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് തന്നെയാണ് B കൊടുക്കേണ്ടത്. ഓക്കെ, B will be equal to BF ആണ്. എന്നാൽ ഐ സെക്ഷൻ ആണെങ്കിൽ B എന്ന് പറയുന്നത് ഫോർ ഐ സെക്ഷൻ B is equal to BF/2 ആയിട്ട് എടുക്കണ്ടേ. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോളണം. ഓക്കെ, ഐ സെക്ഷൻ ആകുമ്പോൾ ഈ ഒരു ചേഞ്ച് ഇവിടെ വരും. ഐ സെക്ഷന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. ഇവിടെ ഇപ്പൊ നമുക്ക് B എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് തന്നെയാണ്. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 9.4 എപ്സിലോണിനേക്കാളും കുറവാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂസിനേക്കാളും ഏതിനോടാണ് കുറവ് വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇനി അതുപോലെ നോർമൽ ഐ സെക്ഷൻ ആണെങ്കിൽ ഇതിന്റെ കേസ്, അതായത് വെബുമായിട്ട് ബന്ധപ്പെട്ട കേസ് ന്യൂട്രൽ ആക്സിസ് മിഡ് ഡെപ്ത് എന്ന് പറയുന്ന ഈ ഒരു കേസാണ് ചെക്ക് ചെയ്യേണ്ടത്. D/TW 84 എപ്സിലോൺ, 105 എപ്സിലോൺ, 126 എപ്സിലോൺ വാല്യൂ ആയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത് ഐ സെക്ഷൻ ആണെങ്കിൽ. ഓക്കെ, ചാനൽ സെക്ഷൻ ആണെങ്കിൽ D/TW 42 എപ്സിലോൺ എന്ന് പറയുന്ന വാല്യൂ ആയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ക്ലാസിഫൈ ചെയ്യാൻ പോവാ B/TF ഉം D/TW. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ചാനൽ സെക്ഷൻ ആണെങ്കിൽ ഈ ഒരു റോ ആണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഐ സെക്ഷൻ ആണെങ്കിൽ ഈ ഒരു റോ ആണ് നോക്കുക. ഓക്കെ, ഫ്ലാഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഐ ആണെങ്കിലും
അതുപോലെ ചാനൽ സെക്ഷൻ ആണെങ്കിലൊക്കെ ഈ ഒരു റോ ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ബി ബൈ ടി എഫ് എന്ന് പറയുന്നത് ബി വാല്യൂ ഈസ് 65 ആണ്, ടി എഫ് 8.1 ആണ്, 8.02 എന്ന് പറഞ്ഞു കിട്ടും. ദാറ്റ് ഈസ് ലെസ് ദാൻ 9.4 എപ്സിലോൺ. എപ്സിലോൺ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 250 ബൈ എഫ് ഐ ആണ്. എഫ് ഐ വാല്യൂ നമുക്ക് ക്വസ്റ്റിൽ തന്നില്ല എന്നുണ്ടെങ്കിൽ 250 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ നമുക്ക് എഫ് ഐ അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പൊ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എപ്സിലോൺ 1 തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ 9.4 എപ്സിലോൺ എന്ന് പറയുന്നത് 9.4 തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് ഡി ബൈ ടി ഡബ്ല്യു ചെക്ക് ചെയ്യുക. ഡി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇപ്പൊ നമ്മളെ ചാനൽ സെക്ഷൻ ആണെങ്കിൽ ഡി എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ ആണ്. അപ്പൊ ഇതിൽ ടോട്ടൽ ഹൈറ്റ് ISMC 125 ആണെങ്കിൽ ടോട്ടൽ ഡെപ്ത് 125 ആയിരിക്കും. 125 മൈനസ് ഈ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് രണ്ട് സ്ഥലത്തും ഉണ്ട്. അപ്പൊ ഫ്ലാഞ്ചിന്റെ തിക്നെസ് എന്ത് ചെയ്യുക? ഇതിന്റെ അകത്ത് മൈനസ് ചെയ്യുക. അത് മാത്രമല്ല റേഡിയസ് അറ്റ് റൂട്ട് ഇതിപ്പോ ഇതുപോലെ കേർവ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഒരു റൗണ്ട് ചെയ്തിട്ടായിരിക്കും ഈ ഒരു കണക്ഷൻ വരുന്നത്. അപ്പൊ R1 റേഡിയസ് അറ്റ് റൂട്ട് അതും എന്ത് ചെയ്യണം? രണ്ട് സൈഡിൽ നിന്നും മൈനസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡി വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഡി ഈസ് ഈക്വൽ ടു എച്ച് മൈനസ് 2TF മൈനസ് 2R1 ഡിവൈഡ് ബൈ TW. TW തിക്നെസ് ഓഫ് വെബ് ആണ്. ഓക്കെ, അപ്പം എച്ച് 125, TF എന്ന് പറയുന്നത് 8.1 ആൻഡ് R1 9.5. ഓക്കെ, TW 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 17.96 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ലെസ് ദാൻ 42 എപ്സിലോൺ. അപ്പൊ അത് രണ്ട് കേസും പ്ലാസ്റ്റിക് സെക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സെക്ഷൻ പ്ലാസ്റ്റിക് ആന്ന് പറഞ്ഞ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്പർ 6 ചെക്ക് ഫോർ ഷിയർ ആണ്. ഓക്കെ, VDZ ഈസ് ഈക്വൽ ടു, ഓക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇക്വേഷൻ എങ്ങനെയാ വന്നിട്ടുള്ളത് എന്നുള്ളത്. ക്ലോസ് 8.4 കറസ്പോണ്ടിങ് ആയിട്ടാണ്. അതിലുള്ള ഷിയർ ഏരിയ പ്രോപ്പർ ആയിട്ട് കൊടുക്കണം എന്നുള്ളൂ. ഇത് വെബ് പോർഷൻ ആണ്. അതുപോലെ VDY എന്ന് പറയുന്ന ഫ്ലാഞ്ച് പോർഷൻ വരുന്നതാണ്. അപ്പൊ ഷിയർ ഏരിയ കൃത്യമായിട്ട് എടുക്കാം. ഇപ്പൊ ഇവിടെ ഷിയർ ഏരിയ എന്ന് പറയുന്നത് H×TW ആണ്. VDZ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് VDY ആയിട്ട് ബന്ധപ്പെട്ട് ഷിയർ ഏരിയ എന്ന് പറയുന്നത് 2x B×TF എന്ന് പറയുന്ന പോർഷൻ ആണ്. അപ്പൊ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് VDZ അതായത് ഈ ഒരു സെക്ഷനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഷിയർ ഫോഴ്സ് ആണ് കിട്ടുന്നത്. എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ VDZ നമുക്ക് 82 കിട്ടും. നമ്മുടെ എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 1.44 ആണ്. അതിനേക്കാളും എത്രയോ കൂടുതലാണ് ഇതിന്റെ ഷിയർ റെസിസ്റ്റൻസ്. അപ്പൊ അത് സേഫ് ആണ് Z ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, VDZ ഈസ് ഗ്രേറ്റർ ദാൻ FZ. അടുത്തത് VDY. ഓക്കെ, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 138.17 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ Y ആക്സിസിലുള്ള എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ഷിയർ ഫോഴ്സിനേക്കാൾ എത്രയോ കൂടുതലാണ് ഈ ഒരു സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സ്. 138.17 കിലോ ന്യൂട്ടൺ ഈസ് ഗ്രേറ്റർ ദാൻ 0.722 കിലോ ന്യൂട്ടൺ. ദാറ്റ് ഈസ് VDY ഈസ് ഗ്രേറ്റർ ദാൻ FY. അതുകൊണ്ട് സേഫ് ആണ്. അപ്പൊ ഷിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സേഫ് ആണോ എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്തത്. സ്റ്റെപ്പ് നമ്പർ 6 കംപ്ലീറ്റഡ് ആയി. സ്റ്റെപ്പ് നമ്പർ 7. ഓക്കെ, ഇത് ചെയ്യേണ്ടത് ക്ലോസ് 8.2.1 ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ അതിൽ ഇക്വേഷൻ ഉണ്ട്. MDZ ഈസ് ഈക്വൽ ടു B ZPZ FI ബൈ ഗാമ M0. അതുപോലെ MDY നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ ഒരു ക്ലോസ് എടുക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, എന്നിരുന്നാലും ജസ്റ്റ് ഒന്നും കൂടി എടുക്കാം. 8.2.1 IS 800 2007 8.2.1. Okay, MD is equal to BB ZPY FY gamma M0. Okay, BB എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആൻഡ് കോമ്പാക്ട് സെക്ഷൻ ആണെങ്കിൽ 1 ആണ്. സെമി കോമ്പാക്ട് ആണെങ്കിൽ ZD by ZP ആണ്. അപ്പം BB വാല്യൂ 1 ആണ്. ZP വാല്യൂ MDZ ആണെങ്കിൽ ZPZ നമുക്ക് കോഡിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാം. FI വാല്യൂ 250 ആണ്. ഗാമ M0 1.1 ആണ്. MD വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതായത് MDZ കാൽക്കുലേറ്റ് ചെയ്യാം. അതേപോലെ MDY നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ ഈ MD വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ MDZ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ MZ ആണെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ MDY എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ MY ആണെന്നുള്ളത് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ MDZ വാല്യൂ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ചെക്ക് 1.2 ZDFI by gamma M0 ഇതുമായിട്ടും കമ്പയർ ചെയ്യണം. ഓക്കെ, ഈ MD വാല്യൂ അല്ലെങ്കിൽ MDZ എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ 1.2 ZDZFI by gamma M0. MD വാല്യൂ ഈ ഒരു വാല്യൂവിനേക്കാളും കുറവായിരിക്കണം സിംപ്ലി സപ്പോർട്ടഡ് ആൻഡ് കണ്ടീഷൻ ആണെങ്കിൽ. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി
ലാറ്ററലി സപ്പോർട്ടഡിന്റെ കേസിലൊക്കെ ചെയ്തത് തന്നെയാണ്, അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, BB വാല്യൂ 1, ZP Z നമുക്ക് കോഡിന്ന് കിട്ടുന്നതാണ്. അതുപോലെ FY നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ MDZ is 17.53 into 10⁶ Newton mm എന്ന് കിട്ടും. ദാറ്റ് ഈസ് 17.53 kN meter എന്ന് പറഞ്ഞു കിട്ടും. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ MEZ. MEZ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത സ്റ്റെപ്പ് നമ്പർ 3 1.625 ആണ്. അപ്പൊ അതിനേക്കാളും ഗ്രേറ്റർ ആണ് 17.53. അപ്പൊ അത് സേഫ് ആണ്. അടുത്തത് 1.2 ZEZ FY by gamma m0 ആയിട്ട് കമ്പയർ ചെയ്യാണ്. ZEZ നമുക്ക് കോഡൊന്ന് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ആ വാല്യൂ എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 18.16 into 10⁶ Newton mm എന്ന് കിട്ടും. ദാറ്റ് ഈസ് 18.16 kN meter. അപ്പൊ 17.53 എന്ന് പറയുന്നത് 18.16നേക്കാളും കുറവാണ്. അപ്പൊ കോഡ് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഓക്കെ ആണ്. MDZ is less than 18.16 kN meter. ഹെൻസ് ഓക്കെ. ഇനി MDY വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. MDY വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇക്വേഷൻ B into B വാല്യൂ അല്ലെങ്കിൽ ബീറ്റ വാല്യൂ എന്ന് പറയുന്ന 1 ആണല്ലോ. ZPY നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കണം. FY വാല്യൂ 250, ഗാമ m0 1.1. അപ്പൊ ZPY വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ B into TF, ഓക്കെ, width of flange into thickness of flange into B/2, ഓക്കെ, breadth of flange by 2 അല്ലെങ്കിൽ width of flange by 2 എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പൊ 65 into 8.1 into 65/2. ഓക്കെ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ZPY വാല്യൂ കിട്ടും 17,111.25 mm³ എന്ന് പറഞ്ഞു കിട്ടും. അത് ഈ MDYന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ MDY നമുക്ക് 3.88 into 10⁶ Newton mm എന്ന് പറഞ്ഞു കിട്ടും. ദാറ്റ് ഈസ് 3.88 kN meter. MDY നമുക്ക് കിട്ടി. ഇനി അത് കമ്പയർ ചെയ്യാം. MDY എന്തായിരിക്കണം? MYനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. അപ്പൊ MY വാല്യൂവിനേക്കാളും MDY ഗ്രേറ്റർ ആണ്. MY വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? അത് നമ്മളിവിടെ തുടക്കത്തിൽ സ്റ്റെപ്പ് നമ്പർ 3 കാൽക്കുലേറ്റ് ചെയ്തു. 0.812 ആണ്. 0.812നേക്കാളും ഗ്രേറ്റർ ആണ് നമുക്കിപ്പോ ഇവിടെ കിട്ടിയിട്ടുള്ളത് 3.88 എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓക്കെ ആണ്. ഇനി ഒരു കേസും കൂടി, ബൈ ആക്സൽ ബെൻഡിങ്ങിന്റെ കേസ് ചെക്ക് ചെയ്യണം. ഇത് സെക്ഷൻ 9ലാണ് വരുന്നത്. സെക്ഷൻ 9ലാണ് വരുന്നത്. ഈ ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഇതില് MY/MDY പ്ലസ് MEZ/MDZ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. MDY MDZ നമ്മളിപ്പോ കണ്ടുപിടിച്ചു. MY MEZ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 3 കണ്ടുപിടിച്ചു. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ കിട്ടുന്നത് നോക്കാം. നമുക്ക് ഇവിടെ കിട്ടുന്നത് 0.302 എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ 1. 1നേക്കാൾ ലെസ് ആണ്, അതുകൊണ്ട് സേഫ് ആണ്. അപ്പൊ ബെൻഡിങ്ങിന്റെ കേസിൽ സേഫ് ആണെന്നുള്ളത് നമുക്ക് കിട്ടി. ഓക്കെ, ഇതില് ഭൂരിഭാഗം ഇക്വേഷൻസും കോഡ് തന്നെ ഉണ്ട്. അപ്പൊ അത് വെച്ച് നോക്കി എടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇനി സ്റ്റെപ്പ് നമ്പർ 8 ചെക്ക് ഫോർ വിൻ സെക്ഷൻ. ഓക്കെ, ഇപ്പൊ വിൻ സെക്ഷന്റെ കേസിൽ വിൻ ലോഡ് വരുമ്പോ ഈ ഒരു സെക്ഷൻ സേഫ് ആയിരിക്കുമോ ഓക്കെ എന്നുള്ള കാര്യമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഫാക്ടേർഡ് ഡെഡ് ലോഡ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡെഡ് ലോഡ് 0.718 kN/m ആണ്. നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചതാണ്. ഫാക്ടേർഡ് വിൻ ലോഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ വിൻ ലോഡ് തന്നിരുന്നു. അത് ഏരിയ ലോഡ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. വാല്യൂ എന്ന് പറയുന്നത് 1.2 ആണ്. ഓക്കെ, അപ്പൊ നമ്മളത് കൺവേർട്ട് ചെയ്തെടുക്കണം. അതായത് UDL പോലെ മാറ്റിയെടുക്കണം. അപ്പൊ ഇതിനെ ഫാക്ടർ ചെയ്യുമ്പോൾ 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 1.5 into വിൻ ലോഡ് into സ്പേസിംഗ് ഓഫ് പെർലിൻ. സ്പേസിംഗ് ഓഫ് പെർലിനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് UDL ആയിട്ട് മാറും. 1.5 into വിൻഡ് ലോഡ് എന്ന് പറയുന്നത് 1.2 ആയിരുന്നല്ലോ, kN/m² ആയിരുന്നല്ലോ, into 1.4 സ്പേസിംഗ് ഓഫ് പെർലിൻ ചെയ്തപ്പോൾ 2.52 kN/m കിട്ടി. ഇനി ഇവിടെ നമ്മൾ വിൻഡിന്റെ കറസ്പോണ്ടിങ് ആയിട്ടും WZ ആൻഡ് WY കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ WZ എന്ന് പറയുന്നത് വിൻ ലോഡ് Z ആക്സിസിൽ ആക്ട് ചെയ്യുന്നത്, എന്നാൽ താഴോട്ട് ആക്ട് ചെയ്യുന്ന ലോഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്ലിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് മുകളിലേക്കാണ്. താഴോട്ട് ആക്ട് ചെയ്യുന്ന ലോഡ് നമ്മൾ പ്ലസിലും മുകളിലേക്കുള്ളത് മൈനസ് എന്നുള്ള രീതിയിൽ അവിടെ എടുക്കുന്നത്. അപ്പോൾ വിൻ ലോഡ് മുകളിലേക്ക് ആയതുകൊണ്ട് ടോട്ടൽ Z ആക്സിസിൽ വരുന്ന ലോഡ് എന്ന് പറയുന്നത് -WL, വിൻ ലോഡ് മുകളിലേക്ക് ആയതുകൊണ്ട്, പ്ലസ് DL cos θ. Z ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ DL cos θ. ഡെഡ് ലോഡ് ആണ് DL എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ തുടക്കത്തിൽ ലോഡ് കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ലൈവ് ലോഡ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് എടുക്കാം. എന്നാൽ ഇവിടെ പ്യുവർ ആയിട്ടും ഡെഡ് ലോഡ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിൽ ലൈവ് ലോഡ് ഇല്ലാത്തത് കൊണ്ട് തുടക്കത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡെഡ് ലോഡ് തന്നെയാണ്, അല്ലെങ്കിൽ ടോട്ടൽ ലോഡ് തന്നെയാണ് ഇവിടുത്തെ ഡെഡ് ലോഡ്. ഇൻ കേസ് ലൈവ് ലോഡ് ഉണ്ടെങ്കിൽ മാറ്റം വരും. ആ കാര്യം ഒന്ന് ഓർത്തിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ വിൻ ലോഡ് എന്ന് പറയുന്ന -2.52 ആൻഡ് ഡെഡ് ലോഡ് 0.718 കോസ് θ 26.56. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലോഡ് നോർമൽ ടു ഷീറ്റിംഗ് -1.877 kN/m എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ,
ഇനി അടുത്ത ലോഡ് പാരലൽ ടു ഷീറ്റിംഗ് WY. ഇതിൽ മാറ്റമില്ല, ഇതിൽ വിൻ ലോഡ് ഇൻവോൾവ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പിൽ കണ്ടുപിടിക്കുന്ന അതേ വാല്യൂ തന്നെയാണ് DL sin theta, ദാറ്റ് ഈസ് 0.718 sin 26.56, ദാറ്റ് ഈസ് 0.32 kilonewton per meter തന്നെയാണ് വരുന്നത് WY. ഓക്കെ, 0.32 വാല്യൂ. ഇനി MEZ, ഇനി ഈ ലോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബെൻഡിങ് മൊമെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, MEZ and MY. ഇപ്പൊ MEZ is equal to WZ L square by 8 and MY is equal to WY L square by 8. ഇവിടെ കൊടുക്കേണ്ടത് ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത W ആണ്, WZ and WY. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ MEZ and MY വിൻ ലോഡും കൂടെ കൺസിഡർ ചെയ്തിട്ട് കിട്ടും. MY ആസ് സെയിം ആണ്, നമ്മൾ മുന്നേ ചെയ്തതിനുമായിട്ട് സെയിം വാല്യൂ തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ MEZ minus 4.75 kilonewton meter and MY 0.81 kilonewton meter. ഇനി MDEZ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ വിൻ ലോഡിന്റെ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് MDEZ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലാറ്ററലി അൺസപ്പോർട്ടഡിന്റെ കണ്ടീഷൻ വെച്ചിട്ടാണ്. അപ്പൊ അത് വരുന്നത് ക്ലോസ് നമുക്ക് നോക്കാം. ലാറ്ററലി അൺസപ്പോർട്ടഡിലെ ക്ലോസ് 8.2.2 ആണ്. MD is equal to BB ZP FBD. അപ്പൊ ഇതിൽ FBD എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. BB നമുക്ക് അവൈലബിൾ ആണ്, ZP നമുക്ക് കോഡിന് ഡയറക്റ്റ് കിട്ടുന്നതാണ്. ZP Z വാല്യൂ ഓക്കെ ഫ്രം കോഡ് നമ്മൾ ഓൾറെഡി എടുത്ത വാല്യൂ തന്നെയാണ്. FBD ആണ് ഇതിൻ്റെ അകത്ത് ഇനി കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓൾറെഡി തിയറി പറഞ്ഞിരുന്നു FBD നമുക്ക് ഈ ടേബിൾസ് നിന്ന് കണ്ടുപിടിക്കാം. FBD കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം FCR വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ടേബിൾ നമ്പർ 14 അകത്തുനിന്ന് FCR വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് കിട്ടിയ FCR വാല്യൂ വെച്ചിട്ട് ടേബിൾ നമ്പർ 13A 13B. ഓക്കെ, ഇവിടെ ആൽഫ വാല്യൂ ഉണ്ട്, ആൽഫ LT വാല്യൂ 0.21 and 0.49 വാല്യൂ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ടേബിൾ നോക്കണം എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ റോൾഡ് സ്റ്റീൽ സെക്ഷൻ ആണെങ്കിൽ 0.21 ആണ് ആൽഫ LT, വെൽഡഡ് സെക്ഷൻ ആണെങ്കിൽ 0.49 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ റോൾഡ് സെക്ഷൻ ആണല്ലോ, അപ്പൊ 0.21 വരുന്ന ടേബിൾ 13.A നോക്കിയിട്ട് വേണം FBD വാല്യൂ നമ്മൾ എടുക്കാനായിട്ട്. അപ്പൊ ഈ രണ്ട് ടേബിളിനും കൂടെ ഒരു 4 ഇന്റർപോളേഷൻ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇന്റർപോളേഷൻ ആണ്, വേറെ ഒന്നുമില്ല. അപ്പൊ ഇന്റർപോളേഷൻ ചെയ്യാൻ അറിയെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈ ഒരു സ്റ്റെപ്പിൽ കിട്ടേണ്ട കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നതാണ്. ടു ഫൈൻഡ് FBD, ഓക്കെ, FBD കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ MDEZ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഞാൻ ഓൾറെഡി പറഞ്ഞു 8.2.2 വെച്ചിട്ടാണ്. അതിന്റെ ഇക്വേഷൻ ആണ് ഇത്. BB അറിയാം, ZPZ അറിയാം, FBD ആണ് നമുക്ക് അറിയാത്തത്. FBD കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം FCR വാല്യൂ കണ്ടുപിടിക്കണം. FCR വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് FCR വാല്യൂ കണ്ടുപിടിക്കുന്ന ടേബിൾ. അപ്പൊ ഇതിൽ നമുക്ക് KL/R എന്ന് പറയുന്ന വാല്യൂ വേണം. ഓക്കെ, അപ്പൊ KL/R കണ്ടുപിടിക്കണം, H/TF വേണം. അപ്പൊ ഈ രണ്ട് വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്റർപോളേഷൻ ചെയ്തിട്ട് FCR വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ KL/R ഉം H/TF നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, KL/R ഓരോ ടേംസ് എന്താണെന്നുള്ളത് പറയാം. ഇതിൽ K എന്ന് പറയുന്നത് ചാനൽ സെക്ഷൻ ആണെങ്കിൽ 1.2 ആണ്, I സെക്ഷൻ ആണെങ്കിൽ അത് 1 ആണ് എടുക്കുന്നത്. തിയറി പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ K വാല്യൂ 1.2. L എന്ന് പറയുന്നത് ഇവിടെ സ്പാൻ ഓഫ് പെർലിൻ തന്നെയാണ്. R എന്ന് പറയുന്ന മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷൻ, നമ്മുടെ ഈ ഒരു സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മിനിമം R വാല്യൂ. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് കോഡ് നോക്കി കഴിഞ്ഞാൽ 1.92 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. ദാറ്റ് ഈസ് 19.2 mm എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ എല്ലാ വാല്യൂസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ KL/R വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. 1.2 into 4.5 into 10⁻³ / 19.2, ദാറ്റ് ഈസ് 281.25 എന്ന് പറഞ്ഞു കിട്ടും. അതുപോലെ H/TF വാല്യൂ, H ഉം TF ഉം അവൈലബിൾ ആണല്ലോ, സോൾവ് ചെയ്താൽ 15.43 കിട്ടും. അപ്പൊ KL/R 281.25 ഉം H/TF 15.43 ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇനി FCR വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ FCR വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. 280 ആണ്. അപ്പൊ 281 സംതിങ് ആ വരുന്നത്. അപ്പൊ 280 വരുന്ന വാല്യൂ ഇതാണ്. അതുപോലെ 290, 280 290 ഇടയ്ക്കാണല്ലോ വരുന്നത്. KL/R 281 point something. ഓക്കെ, അപ്പം 281.25. അപ്പൊ അതിന്റെ ഇടയിലായതുകൊണ്ട് ഈ രണ്ട് വാല്യൂസ് വെച്ചിട്ട് വേണം ഇന്റർപോളേഷൻ ചെയ്യാനായിട്ട്. ഇനി H/TF വാല്യൂ, H/TF വാല്യൂ എന്ന് പറയുന്നത് 15.43 ആണല്ലോ. അപ്പൊ H/TF 15.43 എന്ന് പറയുന്നത് 14-ന്റെയും 16-ന്റെയും ഇടയ്ക്കാണ് വരുന്നത്. ഓക്കെ, 14 and 16. 14 and 16 എന്ന് പറയുമ്പോൾ ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 280ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഈ രണ്ട് വാല്യൂസ് ആണ്. 298 ഈ രണ്ട് വാല്യൂസ് ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക്
വേണ്ട വാല്യൂ 281.25 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, അതുപോലെ ഇവിടെ 15.43 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് വേണ്ടത്. അപ്പൊ ഈ ഒരു വാല്യൂ FCR വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 3 പ്രാവശ്യം നമ്മൾ ഇന്റർപോലേഷൻ ചെയ്യണം. അപ്പൊ ഈ വാല്യൂസ് ഞാൻ അതുപോലെ എടുത്ത് എഴുതുവാണ്. 280, 290 കറസ്പോണ്ടിങ് ആയിട്ടുള്ള 126.9, 111.9, 122.3 and 107.8. ഓക്കെ, ഇത് കറസ്പോണ്ടിങ് ആയി ഞാൻ എഴുതുവാണ്. എന്നിട്ട് ഞാൻ ഇന്റർപോലേഷൻ ചെയ്തിട്ട് FCR വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ പേജ് 57 ഞാൻ എഴുതുവാണ്. KL/R 280 കറസ്പോണ്ടിങ് ആയിട്ട് 14ലുള്ള, ഓക്കെ, അതായത് H/TF 14 ആകുമ്പോഴുള്ള വാല്യൂ 126.9, 16 ആകുമ്പോൾ ഉള്ളത് 111.9, അതുപോലെ 290 ആകുമ്പോൾ 14 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 122 ആൻഡ് 16 കറസ്പോണ്ടിങ് ആയിട്ടുള്ള 107. നമുക്ക് വേണ്ടിയത് 15.43 281.25 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്നത് ഫസ്റ്റ് 15.43 കറസ്പോണ്ടിങ് ആയിട്ട് 280 വരുമ്പോൾ KL/R 280 ആകുമ്പോഴുള്ള ഈ ഒരു വാല്യൂ ഫസ്റ്റ് കണ്ടുപിടിക്കും. ഞാൻ 1 എന്ന് പറഞ്ഞ നമ്പർ ചെയ്തിട്ടുണ്ടല്ലോ. അടുത്തത് 290 കറസ്പോണ്ടിങ് ആയിട്ട് 14ന്റെയും 16ന്റെയും ഇടയിൽ, അതായത് 15.43 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഈ വാല്യൂ 2 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിനുശേഷം 280ന്റെയും 290ന്റെയും ഇടയിൽ വരുന്ന ഇത് വെച്ചിട്ട് ഈ രണ്ട് വാല്യൂസ് വെച്ചിട്ട് 1 ഉം 2 ഉം വാല്യൂസ് വെച്ചിട്ട് 3 ഇന്റർപോലേഷൻ ചെയ്ത് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നോക്കിയാൽ മതി. ഇതാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യം. ഇന്റർപോലേഷൻ മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പൊ ആദ്യത്തെ കേസ് ഞാൻ ചെയ്യാണ്. 126ഉം 119ഉം. ഓക്കെ, അപ്പൊ 14 വാല്യൂ ആകുമ്പോൾ 126 ആണ്, 16 വാല്യൂ ആകുമ്പോൾ 111.9 ആണ്. ഇന്റർപോലേഷൻ ചെയ്യാണ്. അപ്പം ഇവിടെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്ന 111.9 പ്ലസ് എക്സ് ആയിരിക്കും വരിക. ഓക്കെ, 111.9 പ്ലസ് എക്സ്. ഓക്കെ, അപ്പൊ ഈ വാല്യൂവിനെക്കാളും എക്സും കൂടി കൂടിയിട്ട് വരുന്ന വാല്യൂ ആണ് 15.43 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇന്റർപോലേഷൻ ചെയ്യാണ് സിമിലർ ട്രയാങ്കിളിന്റെ കൺസെപ്റ്റ് പ്രകാരം. ഈ ഒരു വാല്യൂ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യും. 126.9 മൈനസ് 111.9. ഓക്കെ, അപ്പൊ അത് എഴുതി ഡിവൈഡ് ബൈ ഈ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ അത് 14 മൈനസ് 16 എന്ന് പറഞ്ഞ് ഞാൻ എഴുതുവാണ്. ഇതേപോലെ തന്നെ എഴുതുവാണ്. ഈക്വൽ ടു ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഓക്കെ, അപ്പൊ സിമിലർ ട്രയാങ്കിൾ ഇത് ഈ ഒരു ഹൈറ്റ് എക്സ് ആയിട്ട് ഞാൻ എഴുതി, ഡിവൈഡഡ് ബൈ ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അതും ഞാൻ ഇത് ഇപ്പൊ ഇവിടെ എഴുതിയത് എങ്ങനെയാണോ അതുപോലെ തന്നെ എഴുതണം. ആദ്യം 14 ആണ് എഴുതിയെങ്കിൽ ഇവിടെ ആദ്യം 15.43 മൈനസ് 16. ഓക്കെ, വേണമെങ്കിൽ നേരെ തിരിച്ചു എഴുതാട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇത് പ്രകാരം ഇതുപോലെ തന്നെ എഴുതി. ഇനി ഇത് പ്രകാരം തന്നെ എന്ത് ചെയ്യണം, എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ 4.275 കിട്ടും. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് വാല്യൂ 116.175 കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് 116.175 ആണ്. ഈ വാല്യൂ 116.175. അപ്പൊ ഈ ഒരു വാല്യൂ ഫസ്റ്റ് വാല്യൂ കിട്ടി. ഇനി ഇവിടെ 290ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇതേപോലെ വരുന്ന വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ സെക്കൻഡ് ഇന്റർപോലേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ 14 കറസ്പോണ്ടിങ് ആയിട്ട് 122.3 ആണ്, 16 കറസ്പോണ്ടിങ് ആയിട്ട് 107.8 ആണ്. അപ്പൊ അതേപോലെ തന്നെ സിമിലർലി ഇന്റർപോലേഷൻ ചെയ്യാം. അപ്പൊ ഈ ഒരു 107.8 പ്ലസ് എക്സ് ആയിരിക്കും ഇവിടെ വരിക. ഓക്കെ, അതേപോലെ ഇന്റർപോലേഷൻ ചെയ്താൽ നമുക്ക് ഇവിടെ എക്സ് വാല്യൂ 4.1325 എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്ന 111.93 എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ ഈ വാല്യൂ സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്ന 111.93 ആണ്. ഓക്കെ, അപ്പൊ 116.175ന്റെയും 111.93ന്റെ ഇടയിൽ വരുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ FCR വാല്യൂ. ഇനി ഇത് കറസ്പോണ്ടിങ് ആയിട്ട് ഇന്റർപോലേഷൻ ചെയ്യുക. 280 ആകുമ്പോൾ 116.175 ആണ്, 290 ആകുമ്പോൾ 111.93 ആണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ വരുന്ന വാല്യൂ ആണ് FCR വാല്യൂ. അപ്പൊ അത് ഇന്റർപോലേഷൻ ചെയ്യുക, തേർഡ് ഇന്റർപോലേഷൻ. ഓക്കെ, അപ്പൊ FCR വാല്യൂ കണ്ടുപിടിക്കാൻ 280ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 116.175, 290ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 111.93. ഓക്കെ, അപ്പൊ നമ്മുടെ 281ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 111.93 പ്ലസ് എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതും സിമിലർ ആയിട്ട് ഇന്റർപോലേഷൻ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വാല്യൂ ഇസ് ഈക്വൽ ടു 3.714 കിട്ടും. FCR വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 115.64 ന്യൂട്ടൺ പെർ mm² കിട്ടും. അപ്പൊ FCR വാല്യൂ കിട്ടി. ഇനി FCR വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നേരെ ടേബിൾ നമ്പർ 13A പോവാ. ആൽഫ LT 0.21. ഓക്കെ, FCR വാല്യൂ ഇവിടെ കൊടുക്കുക. FCR വാല്യൂ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് 115.64 ആണ്. ഇപ്പൊ 115.64 വരുന്നത് 150ന്റെയും 100ന്റെയും ഇടയിലാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ FI വാല്യൂ ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ 250 ഇതാണ്. 250ക്ക് കറസ്പോണ്ടിങ് ആയിട്ട്, ഓക്കെ, 250ക്ക് കറസ്പോണ്ടിങ് ആയിട്ട്
ആണ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ എഫ് ബി ഡി വാല്യൂ എന്ന് പറയുന്നത് 77.3ന്റെയും 106ന്റെയും ഇടയിലായിരിക്കും. ഓക്കെ, 115 പോയിന്റ് സംതിങ് ആണല്ലോ. അപ്പൊ അതും എന്ത് ചെയ്യണം, ഇന്റർപോളേഷൻ ചെയ്ത് എഫ് ബി ഡി വാല്യൂ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആൽഫ എൽ ടി 0.21 ഫോർ റോഡ് സെക്ഷൻ, എഫ് സി ആർ 115.64, എഫ് ഐ 250, എഫ് ബി ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് 100 ആകുമ്പോൾ എഫ് ബി ഡിന്റെ വാല്യൂ 77.3, 150 ആകുമ്പോൾ 106.8. നേരത്തെ ചെയ്ത പോലെ ഇന്റർപോളേഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വാല്യൂ വരുന്നത് എഫ് ബി ഡി വാല്യൂ വരുന്നത് 77.3 ഓക്കെ പ്ലസ് എക്സ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇന്റർപോളേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ് വാല്യൂ എന്ന് പറയുന്നത് 9.2276 ആണ്. അപ്പോൾ ഇത് ഈ വാല്യൂ എഫ് ബി ഡിന്റെ ഇക്വേഷനിൽ കൊടുത്താൽ 86.52 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ എഫ് ബി ഡി കിട്ടിക്കഴിഞ്ഞാൽ എം ഡി ഇസെറ്റിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 × 77.15 × 10³ × 86.52 നമുക്ക് എം ഡി ഇസെറ്റ് വാല്യൂ കിട്ടും 6.67 കിലോ ന്യൂട്ടൺ മീറ്റർ. ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എം ഇസെറ്റ് ആണ്. ഈ എം ഇസെറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നല്ലോ. എം ഇസെറ്റ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് വരുന്നുണ്ടായിരുന്നത് 4.75 ആണ്. ഓക്കെ, 4.75 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. അതിനേക്കാളും കൂടുതലാണ് വാല്യൂ നോക്കിയാൽ മതി, മാഗ്നിറ്റ്യൂഡ്. അപ്പൊ അതിനേക്കാളും കൂടുതലാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, എം ഇസെറ്റ് എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, 6.67 കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തത് എം ഡി വൈ വാല്യൂ. എം ഡി വൈ വാല്യൂ 3.88. ഇത് നമ്മൾ മുന്നേ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെയാണ്, അതിൽ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് സെയിം തന്നെയാണ്. ഓക്കെ, ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല, നമ്മൾ മുന്നേ എടുത്തതുപോലെ തന്നെ എടുത്താൽ ആ സെയിം വാല്യൂ തന്നെ എടുത്താൽ മതി. ഓക്കെ, ഈ വാല്യൂ എം വൈ വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആണ്. എം വൈ വാല്യൂ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 0.81 ആണ്. ഓക്കെ, മുന്നത്തെ അതേ വാല്യൂ ഇവിടെ 3.88 ആണ് കിട്ടിയത്. അപ്പോൾ അതിനേക്കാളും ഗ്രേറ്റർ ആണ്. എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന മൊമെന്റ് എന്ന് പറയുന്നത് അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മൊമെന്റിനേക്കാളും കുറവാണ്. ഇനി ചെക്ക് ഫോർ ബൈ ആക്സിൽ ബെൻഡിങ്, എം ഇസെറ്റ് ബൈ എം ഡി ഇസെറ്റ്. എം ഇസെറ്റ് 4.75 ആണ്, ആ വാല്യൂ കൊടുക്കുക 6.67. അതുപോലെ എം വൈ 0.81, എം ഡി വൈ 3.88 ചെയ്ത് കഴിഞ്ഞാൽ 0.913. ഓക്കെ, ഈ അറൗണ്ട് ഈ ഒരു വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ലെസ് ദാൻ 1. 1നേക്കാളും കുറവായതുകൊണ്ട് സേഫ് ആണെന്നുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ, അപ്പം വിൻഡിന്റെ സെക്ഷൻ കറസ്പോണ്ടിങ് ആയിട്ടും വിൻ ലോഡ് കൺസിഡർ ചെയ്യുമ്പോഴും സെക്ഷൻ സേഫ് ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ. മാക്സിമം ഡിഫ്ലക്ഷൻ 5W⁴ ഡിവൈഡഡ് ബൈ 384 EI. ഇവിടെ W എന്ന് പറയുന്ന W ഇസെറ്റും I എന്ന് പറയുന്ന I ഇസെറ്റും ആണ്. ഓക്കെ, I ഇസെറ്റും ആണ്. വാല്യൂ കൊടുക്കാം. W ഇസെറ്റ് നമ്മൾ കൊടുക്കേണ്ടത് തുടക്കത്തിലുള്ള കാൽക്കുലേഷനിൽ യൂസ് ചെയ്തിട്ടുള്ള W ഇസെറ്റ് വാല്യൂ ആണ്. ഓക്കെ, വിൻ ലോഡ് ആഡ് ചെയ്യാതെയുള്ള W വാല്യൂ ആണ്. അപ്പോൾ അത് കൊടുത്തു 0.642. L എന്ന് പറയുന്ന സ്പാൻ ഓഫ് പെർലിൻ. ഓക്കെ, ഈ 2 × 10⁵ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ സ്റ്റീലിന്റെ യങ്സ് മോഡുലസ്. I ഇസെറ്റ് എന്ന് പറയുന്ന 416.4 × 10⁴. ഇത് കൂടുന്ന കിട്ടുന്ന വാല്യൂ ആണ്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 4.116 mm. അപ്പൊ ഇതിൽ വരുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ, എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ഡിഫ്ലക്ഷൻ 4.116 mm ആണ്. ഇനി പെർമിസിബിൾ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്ന ടേബിൾ 6 എന്ന് നമ്മൾ തിയറി പറഞ്ഞിരുന്നു. L/150 ആണ് എടുക്കുന്നത്. L സ്പാൻ ഓഫ് പെർലിൻ 4.5 × 10⁵ ഡിവൈഡ് ബൈ 150 30 mm. ഇതിൽ പെർമിറ്റ് ചെയ്യുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ 30 ആണ്. എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന 4 something വരുന്നുള്ളൂ. അപ്പം പെർമിസിബിൾ ഡിഫ്ലക്ഷൻ അത് ക്രോസ് ചെയ്തിട്ടില്ല, അപ്പൊ സേഫ് ആണ്. അപ്പൊ മാക്സിമം ഡിഫ്ലക്ഷൻ ഈസ് ലെസ് ദാൻ പെർമിസിബിൾ ഡിഫ്ലക്ഷൻ, ഹെൻസ് സേഫ്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ചാനൽ സെക്ഷൻ സേഫ് ആണ്. ഈ ഒരു റൂഫിന്റെ ലോഡിനെയും കാര്യങ്ങളൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ, വിൻഡിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആ ലാസ്റ്റ് നമ്മൾ ആ ഫൈനൽ റിസൾട്ടും കൂടി എടുത്ത് വരയ്ക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ ചാനൽ സെക്ഷൻ ഡയമെൻഷൻ 65 ആണ്, ബ്രെഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച്, അതുപോലെ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് 8.1, ടോട്ടൽ ഹൈറ്റ് 125, തിക്നെസ് ഓഫ് വെബ് 5 mm. ഓക്കെ, ഇവിടെ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് 8.1. അപ്പൊ ഇതെടുത്ത് വരച്ചു. നമ്മുടെ പ്രോബ്ലം ഇവിടെ കംപ്ലീറ്റ് ആയി. I സെക്ഷൻ ആണെങ്കിലും സെയിം തന്നെയാണ്, സെയിം രീതി തന്നെയാണ്. ഞാൻ പറഞ്ഞ സ്ഥലങ്ങളിലുള്ള വ്യത്യാസം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നോട്ട് ചെയ്താൽ I സെക്ഷന്റെ പ്രോബ്ലം ചോദിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് പറ്റും.